ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കിട്ടില്ല RC കാർ പരിചയപ്പെടുത്തുകയാണ്. ഇത് MJX എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഹൈപ്പർകോ എഡീഷനിൽ വരുന്ന 303 മോഡൽ നമ്പർ വരുന്ന ഒരു കിട്ടില്ലൻ റാലി സ്പെക് കാറാണ്. ഇത് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തതാണ്. ഞാൻ ഇതിന്റെ ജസ്റ്റ് യൂസർ റിവ്യൂ അല്ലെങ്കിൽ ഇതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നതാണ്. ഇത് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് ഇതിന്റെ പുറത്തുള്ള ഒരു സംഭവം. പിന്നെ ഫ്രണ്ട് 2 ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്, ബാക്കിലും അതുപോലെ തന്നെ ഒരു ടെയിൽ ലൈറ്റ് 2 വരുന്നുണ്ട്, പിന്നെ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് മെയിൻ ആയിട്ട് പുറത്തുള്ള ഒരു ഡീറ്റെയിലിംഗ്. അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ പുറത്ത് വരുന്ന സംഭവങ്ങൾ. നമുക്കിനി ഇതിന്റെ ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ച് നോക്കാം. ഇതിന്റെ അപ്പം ബോക്സിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് 3 സെറ്റ് ഓഫ് ടയേഴ്സ് ഓൾറെഡി ഇതിന്റെ കൂടെ വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം വണ്ടിയിൽ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ റാലി സ്പെക് ടയേഴ്സ് ആണ്. ഇത് ഓൾറെഡി ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് അടിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു 3 ലെയർ സ്റ്റിക്കർ ഓൾറെഡി ഒട്ടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള ചെയ്താൽ മതി. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് ഡ്രിഫ്റ്റ് ടയേഴ്സ് വരുന്നത്. ഇതൊരു പ്ലാസ്റ്റിക് ടൈപ്പ് ഓഫ് ടയേഴ്സ് ആണ്. നമുക്ക് കൂടുതൽ ഈ ടൈലിലൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ ഇത് നല്ല ഫിറ്റ്നസ് സാധനമാണ്. അതുപോലെ തന്നെ നമുക്ക് ഓഫ് റോഡ് ടയേഴ്സ് വരുന്നുണ്ട്. ഓഫ് റോഡ് ടയേഴ്സ് നല്ല അത്യാവശ്യം ഗ്രിപ്പുള്ള ടയേഴ്സ് ആണ്. അപ്പൊ ഇങ്ങനെ 3 സെറ്റ് ഓഫ് ടയേഴ്സ് ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ റിമോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ട്രാൻസ്മിറ്റർ വരുന്നത്. അപ്പൊ ഇത് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോള്, അതുപോലെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡ് റിവേഴ്സ് ഫ്രണ്ട്. പിന്നെ നമുക്ക് ലൈറ്റ് ഒരു സ്വിച്ച് വരുന്നുണ്ട്. ഇതാണ് ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച്. പിന്നെ ഇതൊരു 2 ബാറ്ററി ആണ്. അതുപോലെ തന്നെ നമുക്ക് സ്വിച്ച് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്പീഡ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് 70% ഉണ്ട്, ഒന്ന് 100%. 70% കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു 30 കിലോമീറ്റർ കിട്ടും. അതുപോലെ ഫുൾ സ്പീഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 45 കിലോമീറ്റർ എബവ് നമുക്ക് സ്പീഡ് കിട്ടും. അത് 2S ബാറ്ററിയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ 2S ആണ് കിടക്കുന്നത്. 3S ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 65 കിലോമീറ്റർ ഒക്കെയാണ് കമ്പനി പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് റിമോട്ടിൽ വരുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ തന്നെ നമുക്കൊരു യൂസർ മാനുവൽ വരുന്നുണ്ട്. ഇത് ഒരു പ്രധാന ഘടകമാണ് ഇതില്. യൂസർ മാനുവൽ നമ്മൾ ജസ്റ്റ് ഇത് എല്ലാം ഒന്ന് വായിച്ചു നോക്കണം. കാരണം ഇതുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഫുൾ ഒന്ന് അസംബിൾ ചെയ്യാനോ എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ യൂസർ മാനുവൽ തന്നെ വേണം. ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ESCയുടെയും ബോഡിയുടെയും അല്ലെങ്കിൽ നമ്മുടെ ജൈറോ ഉണ്ട്, ജൈറോയുടെയും സെയർവോയുടെയും സംഭവങ്ങളെല്ലാം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറെ ലൈറ്റും സെറ്റപ്പും ഉണ്ട് അകത്ത്. അപ്പൊ ലൈറ്റ് ഒക്കെ എന്തിനുള്ളതാണ്, എങ്ങനെ ഫ്ലാഷ് ചെയ്താൽ എങ്ങനെയാണ് സംഭവം എന്നുള്ള ബഹുലമായിട്ടുള്ള സകല സംഭവങ്ങളും ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ചൈനീസ് കണ്ടവർക്ക് ചൈനീസിലുണ്ട്, ഇംഗ്ലീഷ് കണ്ടവർക്ക് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഫുള്ള് ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ വണ്ടി നമുക്ക് എന്തെങ്കിലും അസംബിൾ ചെയ്യണം അല്ലെങ്കിൽ മോട്ടർ അപ്ഡേറ്റ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഓരോ സംഭവങ്ങൾക്കും നമ്പർ ഇട്ടവരെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ യൂസർ മാനുവൽ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പൊ നമുക്ക് അടുത്ത വണ്ടിക്ക് അകത്ത് എന്തൊക്കെ സംഭവങ്ങളാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പൊ വണ്ടി ക്ലിപ്പിലാണ് വരുന്നത്. നമുക്ക് 4 ക്ലിപ്പ് വരുന്നുണ്ട്. അപ്പൊ ഈ ക്ലിപ്പ് ജസ്റ്റ് കഴിഞ്ഞാല് സംഭവം നമുക്ക് ഒന്ന് പുറത്തെടുക്കാം. സംഭവം നമുക്ക് അകത്തൊരു കവറിങ് വരുന്നുണ്ട്, പ്ലാസ്റ്റിക് കവറിങ്. ഇത് നമ്മുടെ ജസ്റ്റ് നമ്മുടെ ESCക്കും അല്ലെങ്കിൽ നമ്മുടെ ഫാനും സംഭവങ്ങൾക്കും എല്ലാം ഒരു കവറിങ് വരുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അകത്ത് വരുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇത് അത്യാവശ്യം ഈ അടിയിൽ വരുന്ന പ്ലേറ്റ് ഒക്കെ മെറ്റലാണ്. അപ്പൊ ആ മെറ്റലിലാണ് ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നത്. ഫ്രണ്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടില് ബമ്പർ വന്നിരിക്കുന്ന ഭാഗത്ത് ഒരു ഫോം, ഒരു സ്പോഞ്ച് പോലെ സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇടിയുടെ ആഘാതം കുറയ്ക്കാൻ സാധിക്കും. പിന്നെ സസ്പെൻഷൻ വരുന്നത് നല്ല ഓയിൽ സസ്പെൻഷൻ ആണ്, അത്യാവശ്യം നല്ല സസ്പെൻഷൻ തന്നെയാണ്. പിന്നെ വരുന്ന ഇവിടെ വരുന്ന സംഭവങ്ങൾ റോഡൊക്കെ ആണെങ്കിലും മെറ്റൽ റോഡുകളാണ്. പിന്നെ നല്ലൊരു കിടിലൻ ജൈറോ വരുന്നുണ്ട്. നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ജൈറോ ആണ്. നമുക്ക് ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഒരു പവർ മനസ്സിലാവും. പിന്നെ ഇതാണ് നമ്മുടെ റിസീവർ വരുന്നത്. റിസീവറിൽ നമുക്ക് 3 ചാനലാണ് വരുന്നത്. പിന്നെ നമുക്ക് ESC വരുന്നത് ഒരു 45A ESC വരുന്നുണ്ട്. അതിന് സെപ്പറേറ്റ് ഒരു സിങ്ക് ഫാൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ഒരു 3700 kV ഒരു ബ്രഷ്ലെസ് കിട്ടിലെ മോട്ടോർ വരുന്നുണ്ട്. അതിന് ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. മൊത്തം 2 ഫാനുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇനി ആഡ് ചെയ്യാം, ആവശ്യമില്ല. പിന്നെ സെർവോ വരുന്നത് ഒരു 17 ഗ്രാം ഡിജിറ്റൽ സെർവോ വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ബാറ്ററിയാണ്. ബാറ്ററി ഇവിടെ സെക്യൂർ ആണ്. നമ്മളിങ്ങനെ
ഇതിന്റെ അകത്താണ് ബാറ്ററി വരുന്നത്. അപ്പം ബാറ്ററി ഇപ്പൊ ഇരിക്കുന്നത് 2S ഒരു 2000 mAh ബാറ്ററിയാണ്. 7.4 വോൾട്ട് ലിപ്പോ ബാറ്ററിയാണ് വരുന്നത്. നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാം, 3S ആക്കാം. അപ്പൊ 3S ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ പവർ കിട്ടും. പിന്നെ വരുന്നത് ഓയിൽ സസ്പെൻഷൻ ഞാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ ടയർ ഞാൻ പറഞ്ഞ ടയർ അഴിക്കാൻ ഒരു സംഭവം റെഞ്ച് നമ്മുടെ ഇതിൽ വരുന്നുണ്ട്, ബോക്സിൽ വരുന്നുണ്ട്. പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ടയർ അഴിക്കാൻ വലിയ പാടൊന്നുമില്ല. അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ബോഡിക്ക് അകത്ത് വരുന്നത്. ഇതൊക്കെ മെറ്റലായിട്ട് തന്നെ വലിയ സീനൊന്നും വരത്തില്ല. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് എല്ലാം നമ്മുടെ ഇഷ്ടാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇടയ്ക്ക് ഓയിലൊക്കെ ഇട്ട് കൊടുക്കാം സസ്പെൻഷനൊക്കെ നല്ലതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാറ്ററിയുടെ പവർ അനുസരിച്ചായിരിക്കും നമ്മുടെ മോട്ടറിലേക്ക് പവർ എത്തുന്നത്. അപ്പം ബാറ്ററിയുടെ ചാർജ് കുറയുന്നതനുസരിച്ച് നമ്മുടെ മോട്ടറിലേക്കുള്ള പവറും കുറയും. അപ്പം നമ്മൾ ചിലപ്പം ഒരു അരമണിക്കൂറൊക്കെ നമ്മുടെ ബാറ്ററി നിൽക്കും. അപ്പം ഈ 2S നിൽക്കും. അപ്പം നമുക്ക് ഒരു അരമണിക്കൂറൊക്കെ ആവാറാകുമ്പോഴത്തേന് നമ്മുടെ ഡ്രിഫ്റ്റിംഗ് ഒക്കെ സ്പീഡ് കുറയും. കാരണം ആ ഒരു പവർ ബാറ്ററിയിൽ നിന്ന് ഉള്ള പവർ നമ്മുടെ ഇത് മോട്ടറിലോട്ടുള്ള കുറയും. അപ്പൊ നമുക്ക് സ്പീഡും അതുപോലെ കുറയും. അപ്പൊ നമുക്ക് ഒരു എക്സ്ട്രാ ബാറ്ററി ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ അകത്ത് വരുന്നത്. പിന്നെ ഇവിടെ ലൈറ്റിന്റെ ഫങ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. അപ്പൊ ഈ ബോഡി ഊരുമ്പോൾ അത് നമ്മുടെ ഇത് സംഭവം ഇളകി പോകരുത്. അത് വയറിന് ഭയങ്കര നീളക്കുറവാണ്. അപ്പൊ ഇത്രയാണ് സംഭവം അകത്ത് വരുന്നത്. അപ്പൊ നമ്മൾ വണ്ടി ഓൺ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ റിമോട്ടും ഓൺ ആക്കിയിട്ടുണ്ട്. ഇതൊരു 2.4 GHz ഇതാണ് ട്രാൻസ്മിറ്റർ ആണ് വരുന്നത്. അപ്പൊ വണ്ടി ഓൺ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ ഇത് ഒരു മോഡാണ് വരുന്നത്, ഹെഡ്ലൈറ്റ് മാത്രം. പിന്നെ വരുന്നത് ഈ ഫ്ലാഷിംഗ് മോഡാണ്. രണ്ടും ഇങ്ങനെ മാറി മാറി കിടക്കും. ഒരു പ്രാവശ്യം കൂടെ ഞെക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഓഫ് ആവും. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഇപ്പോൾ ലെഫ്റ്റിലോട്ട് വെച്ചാൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് വരും, റൈറ്റിലോട്ട് വെച്ചാൽ റൈറ്റ് വരും. അതുപോലെ തന്നെ ബാക്കിലും നമുക്ക് റിവേഴ്സ് ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പം വണ്ടി ഓടിച്ചു നോക്കാം. അതായത് ഇന്നത്തെ വീഡിയോ. നമ്മൾ വണ്ടി അത്യാവശ്യം ഓടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടാലേ അറിയാം ഫുള്ള് പൊടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. ഇതെല്ലാം ഫുള്ളിനെ അഴിച്ച് ക്ലീൻ ചെയ്യണം. നമ്മളിപ്പോ ഒരു റൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്തായാലും വണ്ടി ഫുള്ള് ക്ലീൻ ചെയ്യില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻസ് ഒക്കെ വരാം. അപ്പൊ ഈ പറഞ്ഞാൽ വണ്ടി ഫുള്ള് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ടയർ തൊട്ട് ഷോക്ക്, ESC അല്ലെ ബാറ്ററി എല്ലാം നമുക്ക് ഫുള്ളി അപ്ഗ്രേഡ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റം ചെയ്യാം. അപ്പം വണ്ടി എന്തായാലും സെറ്റാണ്. നമുക്കൊരു റാലി സ്പെക്കിൽ ഇറക്കാൻ പറ്റിയ സാധനമാണ്, കോമ്പറ്റീഷനിൽ ഇറക്കാൻ പറ്റിയ സാധനമാണ്. അപ്പം എന്തായാലും എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നമ്മളിത് എടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി കടവന്ത്രയുള്ള മൈക്ലിക്കിന്റെ സ്റ്റോറിൽ നിന്നാണ്. നിങ്ങൾക്ക് അവിടെ വന്ന് പർച്ചേസ് ചെയ്യാം. പ്രൈസ് ഏകദേശം ഒരു 18 രൂപ, 10, 19 അല്ലെങ്കിൽ 20 രൂപ ആ റേഞ്ചിൽ നമുക്ക് പ്രൈസ് വരുന്നത്. അപ്പം സാധനം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു കിട്ടിൽ RC ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.